ആലുവ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് ഇന്നും ട്രെയിൻ ഗതാഗതത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് എറണാകുളം സൗത്ത് മെമു, എറണാകുളം പാലക്കാട് മെമു ട്രെയിനുകൾ റദ്ദാക്കി. ഇൻഡോർ ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് ട്രെയിനും കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസും 1.5 മണിക്കൂർ വൈകി ഓടുമെന്നും റെയിൽവേ അറിയിക്കുന്നു. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഏതായാലും ട്രെയിൻ യാത്രയെ ആശ്രയിച്ച് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തേക്ക് പോകുന്നവർ ഒരു ജാഗ്രത പാലിക്കണം എന്നാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. കാരണം 2 ട്രെയിനുകൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ആലുവ പാലത്തിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 2 ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുന്നത്. പാലക്കാട് ജംഗ്ഷൻ ടു എറണാകുളം സൗത്ത്, എറണാകുളം മെമു, എറണാകുളം സൗത്ത് ടു പാലക്കാട് ജംഗ്ഷൻ മെമു എന്നീ 2 ട്രെയിനുകളാണ് ഇപ്പോൾ റദ്ദാക്കിയത്. ഇതുകൂടാതെ ചില ട്രെയിനുകൾ ഡിലേ ആകുവാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതും ഇൻഡോർ ജംഗ്ഷൻ ടു തിരുവനന്തപുരം നോർത്ത് 1.5 മണിക്കൂർ ഡിലേ ആകും. അതോടൊപ്പം തന്നെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് ട്രെയിൻ 1 മണിക്കൂറും 20 മിനിറ്റും വൈകി എത്തുവാനുള്ള സാധ്യതകളുണ്ട്. ട്രെയിൻ സിക്കന്ദരാബാദ് ടു തിരുവനന്തപുരം സെൻട്രൽ ശബരി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് ഡിലേ ആകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത്. ഇതിനനുസരിച്ച് യാത്രക്കാർ യാത്ര ക്രമീകരിക്കണം എന്നാണ് റെയിൽവേയുടെ ഭാഗത്തു വരുന്ന നിർദ്ദേശം. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിൽ മാറ്റങ്ങളുള്ള സമയക്രമത്തിലും റദ്ദാക്കിയ ട്രെയിനുകളുടെ കാര്യത്തിലും കുറേ കൂടി അപ്ഡേഷൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട് എന്നൊരു ആവശ്യം യാത്രക്കാരുടെ ഭാഗത്തു നിന്ന്, യാത്രക്കാരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇതിനോടകം വന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് ഈ റദ്ദാക്കിയ ട്രെയിനുകൾക്ക് ബദലായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. കാരണം ഈ ട്രെയിനുകളെ ആശ്രയിച്ച് സ്ഥിരം യാത്ര ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ബദലായിട്ടുള്ള സംവിധാനം വേണമെന്നൊരു ആവശ്യവും യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. SKN. താങ്ക് യു അമൽ സുരേന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.